മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വലിയ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ക്വയർ നമ്പറുകൾ 10 വരെയുള്ള 9 വരെയുള്ള സ്ക്വയർ നമ്പർ 1, 4, 9, 16, 25, 36, 49, 64, 81. ഓക്കെ, ഇത് നമുക്ക് മൈൻഡിൽ ഉണ്ടാകണം. 1, 4, 9, 16, 25, 36, 49, 64, 81. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഒരു നമ്പറാണെന്ന് വിചാരിക്കാം, 1849. അപ്പോൾ ഇവിടെ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്നുണ്ട് 2 നമ്പർ ഓരോ പെയറാക്കി മാറ്റുക. അപ്പോൾ മാക്സിമം ഒരു പെയറിൽ 2 നമ്പേഴ്സ് 2 ഡിജിറ്റിലെ പറ്റിടും. ഇവിടെ 9ഉം 4ഉം ഒരു ഇവിടെ നിന്നിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. ഇവിടെ 2 ഗ്രൂപ്പ് ഇട്ടി. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഏതാ? 18. ഈ 18 നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ നമ്പറുകളിൽ വന്നിട്ടുണ്ടാവും? ഇല്ല. 1, 4, 9, 16 ആണ്. 16 കഴിഞ്ഞാൽ പിന്നെ 25 ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാ? 18 അല്ല, ജസ്റ്റ് ബിലോ നമ്പർ ഏതാ? 16 ആണ്. അപ്പോൾ ഈ 18 ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. അല്ല. അപ്പോൾ ജസ്റ്റ് ബിലോ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 16. സോ 16ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 4. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് 40 മനസ്സിലായി. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, ഏതാ? 9. അത് നമ്മൾ നേരത്തെ എഴുതി 1 to 9 വരെ എഴുതിയിൽ എപ്പോൾ എവിടെയൊക്കെ വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 9 1 2 3 വരുന്നുണ്ട്. തേർഡ് 9 ആണ്. അപ്പോൾ നമുക്ക് 4ന് കൂടെ 3 എത്രയായി? 43. അപ്പോൾ സ്ക്വയർ റൂട്ട് എത്ര? 43 ആവാം. വേറെ എവിടെയെങ്കിലും 9 വരുന്നുണ്ടോ? ഉണ്ട്. 49 വരുന്നില്ലേ? ഈ 47 ഏതിൻ്റെ? 7ൻ്റെ അല്ലേ? അപ്പോൾ ഇവിടെ 4ന് കൂടെ ഏതും ചേർക്കാം, 7ഉം ചേർക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഏതൊക്കെയാവാം? 43യോ അല്ലെങ്കിൽ 47. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാവുക. അപ്പോൾ നമുക്ക് 43നെ കൺഫേം ചെയ്യാണ്ട് 3 കൊണ്ട് 43 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 × 3 9, 3 × 4 12, 3 × 4 12, റിമൈൻഡർ 1, 4 × 4 16, 7, 9, 4, 8, 1, 1, 8, 4, 9. സോ ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണ്? അഥവാ സ്ക്വയർ റൂട്ട് 1849 സ്ക്വയർ റൂട്ട് എത്ര? 43. ഒന്ന് നോക്കാം. 1444ന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം? ഇപ്പോൾ ഇവിടെ നല്ല തിരിക്കേണ്ടത് ഇവിടുന്ന് 2 നമ്പറും ആയി. സോ ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് 14 സ്ക്വയർ നമ്പറാണോ? അല്ല, ജസ്റ്റ് ബിലോ ഉള്ള സ്ക്വയർ നമ്പർ ഏതാ? 9. അതിൻ്റെ സ്ക്വയർ റൂട്ട് 3. അപ്പോൾ 30 മനസ്സിലായി. ഈ 4 ലാസ്റ്റ് വരുന്നത് ഏതിലേക്കാണ്? സെക്കൻഡ് 4ന്. 2ന്റെ സ്ക്വയർ ആണ് 4. പിന്നെ 64ലാണ് ലാസ്റ്റ് 4 വരുന്നത്. അപ്പോൾ 64 ഏതാ? 8ൻ്റെ. 2 × 2 4ലും ലാസ്റ്റ് 4 ആണ്. 8 × 8 64ലും ലാസ്റ്റ് 4 ആണ്. അപ്പോൾ 32 അല്ലെങ്കിൽ 38. ഇപ്പോൾ 32 32 ആണ് ഇൻറ്റു ചെയ്യുന്നത്. 2 × 2 4, 2 × 3 6, 2 × 3 6, 9, 4 12, റിമൈൻഡർ 1, 1024 ആണ്. പക്ഷേ ഇതല്ലല്ലോ നമ്മളിത്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത എന്ത് ചെയ്യാം? 38ന് 38 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 8 × 8 64, ബാക്കി 6, 3 × 8 24, 24ഉം 6ഉം 28, 3 × 8 20, 8 × 8 64, ബാക്കി 6, 3 × 8 24, 24ഉം 6ഉം 30 ആവും. 30 ആവും. 3 × 8 24, ബാക്കി 2, 3 × 3 9ഉം 2ഉം 11, 4 4 4 4. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1444 38. വൺസ് അഗൈൻ ഒരൊറ്റ എക്സാമ്പിൾ കൂടി ചെക്ക് ചെയ്യാം. 441
ഇത് 3 ചുറ്റിലെ വരുന്നുണ്ട്. അപ്പോൾ 41 ഒരു ഗ്രൂപ്പും 4 ഒരു ഗ്രൂപ്പും. 4 സ്ക്വയർ നമ്പർ അല്ലേ, അപ്പോൾ 2 4ന്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ അത് സ്ക്വയർ നമ്പർ തന്നെയാണെങ്കിൽ അതിന് നേരിട്ട് അതിൻ്റെ സ്ക്വയർ റൈറ്റ് ഡൗൺ ചെയ്യാം. ലാസ്റ്റ് 1 ആയതുകൊണ്ട് 1 × 1 1 വരുന്നുണ്ട്. പിന്നെ 9 × 9 അഥവാ 81 ഫസ്റ്റ് 1 1 വരുന്നുണ്ട്. 1 ഏതിൻ്റെയാണ് 1ൻ്റെ, 81 9ൻ്റെ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഏതൊക്കെ ആവാം, 21 അല്ലെങ്കിൽ 29. ഇപ്പോൾ 21 21 ഉണ്ട്. 1 × 1 1 1 × 2 2 1 × 2 2 2 × 2 4 1 4 1 × 1 1 1 × 2 2 2 1 × 2 2 2 × 2 4 1 4 4 4. അപ്പോൾ റൂട്ട് ഓഫ് 441 = 21. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന് എറൗണ്ട് ചുറ്റും എന്തുണ്ട്, 2 മീറ്റർ വിഡ്ത്തിൽ പാത്തുണ്ട്. ആ പാത്തും ഗ്രൗണ്ടിൻ്റെയും പാത്തിൻ്റെയും ഇൻക്ലൂഡ് ഏരിയ, രണ്ടിൻ്റെയും കൂടി ഏരിയ, രണ്ടും കൂടി ചേർന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് 1225 എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഗ്രൗണ്ടിൻ്റെ ഏരിയ എന്താണ് അവന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് സ്ക്വയർ ആകൃതിയാണ്. അപ്പോൾ അതിന് എറൗണ്ട് ചുറ്റും ഒരു പാത്ത് എത്ര മീറ്ററിലാണ്, 2 മീറ്ററിൽ. ഈ പാത്തിൻ്റെ വിഡ്ത്താണ് എന്ത്, 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ലെങ്ത് എത്രയെന്ന് അറിയില്ല. സോ അത് നമുക്ക് എന്തെടുക്കാം, എക്സ് എടുക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് ഗ്രൗണ്ട്, ഈ സൈഡ് ഓഫ് ഗ്രൗണ്ട് ഈക്വൽ ടു എക്സ്. സോ അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഇൻക്ലൂഡ് പാത്തും ഗ്രൗണ്ടും കൂടി ഉള്ളുമ്പോൾ ഇവിടുന്ന് നേരെ എടുക്കുമ്പോൾ ഇത്രയും ഭാഗമാണ് എക്സ്. ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്, ഈ പാത്തിൻ്റെ വിഡ്ത്താണ് 2. ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടല്ലോ പാത്തിൻ്റെ വിഡ്ത്ത് 2. അപ്പോൾ ടോട്ടലി 2 2 എത്ര ഇവിടെ ആഡായി, 4. അപ്പോൾ പാത്ത് ഇൻക്ലൂഡ് ഗ്രൗണ്ടിൻ്റെ സൈഡ് എത്ര, x+4 ആവും. സൈഡ് ഓഫ് പാത്ത് ഇൻക്ലൂഡ് ഗ്രൗണ്ട് ഈക്വൽ ടു x+4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, എക്സ്. അപ്പോൾ ഈ സൈഡിൻ്റെ സ്ക്വയർ അല്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് x+4 ആണ്. അതിൻ്റെ ഏരിയ എത്രയാണ്, 1225. അപ്പോൾ നമുക്ക് ഇനി എക്സിൻ്റെ വാല്യൂ ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് സ്ക്വയർ ഒഴിവാക്കണം. ഒരു സൈഡിൽ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ മറുവശത്ത് എന്താവും, റൂട്ട് വരും. അപ്പോൾ റൂട്ട് ഓഫ് 1225. ഇതിൻ്റെ റൂട്ട് കാണണമെങ്കിൽ 12 25 ഒരു ഗ്രൂപ്പ് വരും, 12 ഒരു ഗ്രൂപ്പ് ആവും. അപ്പോൾ 12 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ, അല്ല. ജസ്റ്റ് ബിലോ ഉള്ള നമ്പർ ഏതാ, 9. അപ്പോൾ 3. 5 ലാസ്റ്റ് വരുന്നത് 25 മാത്രമേ 5 വരുന്നുള്ളൂ. 5 × 5 25. ബാക്കി ഏതെങ്കിലും ലാസ്റ്റ് 5 വരുന്നില്ലല്ലോ. 35. അപ്പോൾ നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. 35 5 × 5 25 2 3 × 5 15 2 17 3 × 5 15 റിമൈൻഡർ 1 3 × 3 9 10 5 12 റിമൈൻഡർ 1 12 1. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ എത്രയും x+4 = 35. സോ x = 35. ഈ +4 ഇങ്ങോട്ട് വരുമ്പോൾ -4 ആവും. = 31. അപ്പോൾ സൈഡ് ഓഫ് ഗ്രൗണ്ട് ടി, സൈഡ് ഓഫ് ഗ്രൗണ്ട് = 31 മീറ്റർ. സോ ഏരിയ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയ സൈഡ് സ്ക്വയർ അല്ലേ, ഇപ്പോൾ 31 × സ്ക്വയർ 31 × 31 961
മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കീമിൽ 2000 rupees ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2 ഇയറിലേക്ക് 2000 rupees ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2205 rupees എമൗണ്ട് ആയിട്ട് കിട്ടി എങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്കിത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ഇസ് ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. എ എമൗണ്ട് അത് എത്ര? 2205. പി പ്രിൻസിപ്പൽ എത്രയാണ്? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2000 rupees. ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് നമുക്കറിയില്ല, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എൻ നമ്പർ ഓഫ് ദി ഇയർ 2. അപ്പോൾ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട് എത്ര? ഞാൻ വാല്യൂസിന് അപ്ലൈ ചെയ്താൽ മതി. 2205 ഇസിക്കൽ ടു പ്രിൻസിപ്പൽ 2000 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല ബൈ 100 റേസ് ടു N2. ഈ ഇൻറ്റു 1000 അതർ സൈഡ് ഒന്നുണ്ട്. അപ്പോൾ 2205 ബൈ 2000 ഇസിക്കൽ ടു ബാക്കി ഇനി അവിടെ ഉള്ളത് എന്താ? 1 പ്ലസ് ആർ ബൈ റേസ് ടു 100 ഓഫ് ദി സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്ന്, ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 2378 ആണെങ്കിൽ ഇവയ്ക്ക് ഒരിക്കലും സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. പിന്നെ 30 50 70 ഓഡ് നമ്പർ 0 വന്നാലും അതിന് എന്താവില്ല? സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. ലാസ്റ്റ് 5 ആണെങ്കിൽ അത് 25 ആയിരിക്കണം. വെറും 05 വന്നാൽ എന്താവില്ല? സ്ക്വയർ റൂട്ട് അല്ല. 05 വന്നാൽ സ്ക്വയർ റൂട്ട് അല്ല. 35 വന്നാലും സ്ക്വയർ റൂട്ട് അല്ല. സ്ക്വയർ റൂട്ട് ആവണമെങ്കിൽ ലാസ്റ്റ് 5 ആണെങ്കിൽ 25 തന്നെ വരണം. അപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം ഇതിൽ ലാസ്റ്റ് 05 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 5 വരികയാണെങ്കിൽ 25 തന്നെ വന്നാലേ സ്ക്വയർ റൂട്ട് ആവുള്ളൂ. ഇതിൽ ലാസ്റ്റ് 30 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകളല്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്തോ ഇൻറ്റു ചെയ്തോ സ്ക്വയർ നമ്പറാക്കി മാറ്റണം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റിലെ 5, ഇതിലേതാ 0. ഇപ്പോൾ 5ഉം 0 ആയതിൻ്റെ 5ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന നമ്പറുകളാണ് മനസ്സിലായി. ഇപ്പോൾ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? കാരണം 5ൻ്റെ മൾട്ടിപ്പിൾ 5, 10, 15, 20 അങ്ങനെ 0യും 5ഉം അല്ലേ ലാസ്റ്റ് ഡിജിറ്റിലായിട്ട് വരും. അപ്പോൾ ഇത് രണ്ടിനെയും 5 കൊണ്ട് ഡിവൈസിബിൾ ആണെന്ന് മനസ്സിലായി. സോ രണ്ടിനെയും 5 കൊണ്ട് ഷോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 22 5 4 ഇൻറ്റു 5 അല്ല 20, ബാക്കി 2 ഉണ്ട് ഇവിടെ. ആ 2 ഇങ്ങോട്ട് കൊടുത്താൽ 20. അപ്പോൾ 20ൽ 5 ടൈംസ്. ഇനി 5ലോ 1 ടൈംസ്. ഇനി അതുപോലെ 20ൽ 4 ടൈംസ്. ബാക്കി 2 0 ആണ്. അപ്പോൾ 400 ഇറ്റ്സ് ഇക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2. എന്തിനാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത്? ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഇങ്ങനെ തരുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ രണ്ടിൻ്റെയും ലാസ്റ്റ് 5 ആയതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 22ൽ 5 4 ടൈംസ്. ബാക്കി റിമൈൻഡർ 4 ഇൻറ്റു 5 20 ലാവുള്ളൂ. ബാക്കി 2 ഉണ്ട്. ആ 2 0 വരുമ്പോൾ 28. 20ൽ 4 ടൈംസ്. 5ൽ 1 ടൈംസ്. അതിന് അടുത്ത് 20ൽ 4 ടൈംസ്. 2 0 ബാക്കിൻ്റെ ആ 0 റൈറ്റ് ഡൗൺ ചെയ്തു. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ഇവിടെ എന്താ? റൂട്ട് ഓഫ് 441 ബൈ 400 ഇസ് ഇക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100. അപ്പോൾ നമുക്കറിയാം 441ൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. 41ഉം 4ഉം 41ഉം 4ഉം 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, 1ൻ്റെ സ്ക്വയർ റൂട്ട് 1. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് 21 ബൈ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, 2 0ൻ്റെ സ്ക്വയർ റൂട്ട് 1 0. അത് എത്രയാണോ 0 അതിൻ്റെ ഹാഫ് 0 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 441 ബൈ 400ൻ്റെ സ്ക്വയർ റൂട്ട് 21 ബൈ 20. 1 പ്ലസ് ആർ ബൈ 100. ഇനി 1നെ അതർ സൈഡ് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 21 ബൈ
20 മൈനസ് 1 ഇസിക്കൽ ടു ആർ ബൈ 100. സോ ഈ 1നെ ഫ്രാക്ഷൻ നമ്പർ ആക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു 21 മൈനസ് 1 ഇൻറ്റു 20 ബൈ 1 ഇൻറ്റു 20 ഡിനോമിനേറ്റർ 20 ഇസിക്കൽ ടു ആർ ബൈ 100. ഓക്കെ, 21 മൈനസ് 1 ബൈ 20 ഇസിക്കൽ ടു ആർ ബൈ 100. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു ആർ 20 ആർ, 1 ഇൻറ്റു 100. സോ ആർ ഇസിക്കൽ ടു 100 ബൈ 20. 0 ക്രോസ് ചെയ്തു 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര 5%.